ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ അരുമപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചൊരു ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഇന്നയോളം തിരുവചനം പറയാൻ കൃപ തരികയും വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവമക്കൾക്ക് ഏറ്റവും അനിവാര്യമായത് എൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ നടുവിൽ പങ്കുവയ്ക്കാൻ അവസരം തരികയും ചെയ്യുന്ന ദൈവത്തെ ഞാൻ ഇന്ന് രാവിലെയും ഒരുപാട് സ്തോത്രത്തോടെ, സ്തുതിയോടെ, മഹത്വത്തോടെ, പുകഴ്ചയോടെ ആരാധിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാത്തിനും കാരണഭൂതനായ കർത്താവിനാൽ നാം ഇന്നും ധന്യരാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്നത്തെ ദൈവിക ആലോചന നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായം ഒരു വലിയ തർക്ക വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അപ്പോസ്തലന്മാരെല്ലാവരും കൂടി യെരുശലേമിൽ കൂടി വന്നിരിക്കുക. വലിയ വിഷയം കൈകാര്യം ചെയ്യുക. വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൃപയാണ്. എല്ലാവർക്കും അതിനുള്ള കഴിവില്ല. എന്നാൽ ആത്മീകരായിരിക്കുന്ന നാം വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കരുത്, വിഷയങ്ങൾ പരിഹരിക്കാൻ ജ്ഞാനമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സ്വഭാവം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ ദാസന്മാരും ആത്മീക വരമുള്ളവരും കൃപയുള്ളവരും തത്വത്തിൽ ഈ ഭൂമിയിൽ ചെയ്യുന്നത് പ്രശ്നപരിഹാരം നടത്തുകയാണ്. പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾ, ഞാനീ പറയുന്നത് ഹൃദയത്തിൽ ശ്രദ്ധിച്ച് അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് നമ്മളിലൂടെ അത് നടക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിൻ്റെ നടപടികൾക്ക് വിധേയപ്പെടുന്ന പക്ഷം അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തോട് നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവമേ, ഞാനൊരു പ്രശ്നക്കാരനാകരുത്, പ്രശ്നപരിഹാരകനാകണം. സാത്താനും കൂട്ടരുമാണ് ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പിശാചിന് വിധേയപ്പെട്ട് സാത്താൻ്റെ ആത്മാവിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്കിലും ഏത് സമൂഹത്തിലും ഏത് കുടുംബത്തിലും ഏത് സഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. വീടുകളിൽ പ്രശ്നമുണ്ടാകാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകാം, അപ്പനും മക്കളും എന്ന ബന്ധത്തിനിടയിലുണ്ടാകാം, കർത്തൃദാസന്മാരും വിശ്വാസികളും എന്ന ബന്ധത്തിനിടയിലുണ്ടാകാം, വിശ്വാസികൾ തമ്മിൽ എന്ന ബന്ധത്തിനിടയിലുണ്ടാകാം. അങ്ങനെ എവിടെയാകട്ടെ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ പരിഹരിക്കപ്പെടണം. ഇവിടെ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ ഒരു വല്ലാത്ത രീതിയിൽ കാണുകയും അവർ ചാടിക്കേറി സഭയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് കൈയടിച്ച് പാട്ടുപാടിപ്പോയാൽ സ്വർഗത്തിലെത്തത്തില്ലെന്നും ഞങ്ങളൊക്കെ കടന്നു വന്ന പ്രത്യേക പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ അനുസരിക്കണം, എന്നിട്ട് വേണം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യഹൂദന്മാർ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്കിടയിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന പ്രശ്നമായി. ജാതികളുടെ അപ്പോസ്തലന്മാരായിരിക്കുന്ന ബർണബാസും പൗലോസും എല്ലാം ഈ കാര്യത്തിന് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ ഹൃദയം മുറിയരുത്, അവർ ഈ കാര്യത്തിൽ ഹർട്ടാകരുത്, സഭ രണ്ടായി സ്പ്ലിറ്റ് ആകരുത്, ഒറ്റക്കെട്ടായി നിൽക്കണം. കർത്താവിന് ഒരു സഭയല്ലേ ഉള്ളൂ. പ്രാദേശിക സഭകൾ പലതുള്ളതല്ല പറയുന്നത്. ആശയപരമായി ഒരിക്കലും സഭ പൊട്ടരുത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതിനവർ അശ്രാന്ത പരിശ്രമം നടത്തി. യെരുശലേമിലെ അപ്പോസ്തലന്മാരുമായി ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ആ ചർച്ചാ വിഷയത്തിനിടയിൽ കയറി വന്ന ഒരനുഗ്രഹീത വചനമാണ് ഇന്ന് നാം ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ടെടുത്തത്. ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ പറഞ്ഞു വന്നതിന് ഒരു കൺക്ലൂഷൻ
പറയട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരുടെ ഇടയിലും, സഹോദരങ്ങളുടെയും കുടുംബക്കാരുടെ ഒക്കെ ഇടയിലുണ്ടാകാം. പക്ഷെ അത് ഒരു കാലത്തും പരിഹരിക്കരുത് എന്നൊരു മനോഭാവത്തോടെ ഒരു അഡമൻ്റ് മൈൻഡിൽ നിങ്ങളാരുമായിരിക്കരുത് കേട്ടോ. ഏതെങ്കിലും നിലവാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയേക്കാം. അമ്മായിയമ്മയായിട്ടോ, നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടോ, ഭർത്തൃ വീട്ടുകാരുമായിട്ടോ, ഭാര്യ ഭർത്താവുമായിട്ടോ, ഇനി വിശ്വാസിയും ഞാൻ ആദ്യം ഓർപ്പിച്ചോളൂ, കർത്തർ എന്തെങ്കിലും കാരണവശാൽ പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയിരിക്കാം. അറിവില്ലായ്മയുടെ കാലത്തും ഇത്രത്തോളം നമുക്ക് പക്വതയും ആത്മീയതയും ഇല്ലാത്ത കാലത്ത് ഇതൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ രണ്ട് കൂട്ടരും കട്ടക്കട്ടയെ പോരാടി നിന്നാൽ ഒരിക്കലും പ്രശ്നം പരിഹരിക്കില്ല. വേദപുസ്തകത്തിൻ്റെ മാതൃക, ദൈവത്തോട് പ്രാർത്ഥിക്കണം. പല കാര്യങ്ങളും പരിഹരിക്കപ്പെട്ട് ഇണങ്ങിപ്പോകാൻ, പിണങ്ങി ജീവിക്കാനല്ല. അതിനാഗ്രഹിച്ചാൽ ദൈവമായിട്ടതിന് മുഖാന്തരം ഉണ്ടാക്കും. ഒരു മേശയുടെ ചുറ്റുമിരുന്ന് പറയാനും പറഞ്ഞു തീർക്കാനും ആഹാരം കഴിക്കാനും സ്നേഹം തുടരാനും ദൈവം ഇടയാക്കും. ഞാൻ പറയുന്നത് വിശ്വാസയോഗ്യമെങ്കിൽ ഒരു വാക്കെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ കേട്ടിട്ട് അതിനെന്നെ കിട്ടത്തില്ല എന്ന മനോഭാവത്തോടെ നിങ്ങൾ തുടരുകയാണെങ്കിൽ തുടര്, അല്ലാതെ ഞാനെന്ത് പറയാനാ. ചില കാര്യങ്ങൾ പരിഹരിക്കണം, തീർക്കണം എന്ന് മനസ്സ് വയ്ക്കുക. വേദപുസ്തകം മുഴുവൻ പ്രശ്നപരിഹാരത്തിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നതാണ്. വൻപൻ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ദൈവവും മനുഷ്യനുമായിട്ട്. അതുപോലും മുൻകൈയെടുത്ത് ദൈവം പരിഹരിച്ചില്ലേ. നിങ്ങൾ പ്രശ്നപരിഹാരകരായിരിക്കണം എന്നോർപ്പിച്ചുകൊണ്ട് ഈ 11-ാം വാക്യം വായിക്കാൻ, ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാനുള്ള കാരണം പറയാം. ഇവിടെ എല്ലാവരും ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നവരും യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നവരും, ഇവർ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്ന ഒരുപോലത്തെ ഒരു വിശ്വാസം. അതിവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കും. വിശ്വാസം എന്ന വിഷയം തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്തും കയറി വിശ്വസിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്ത് വിശ്വസിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, എന്ത് വിശ്വസിക്കരുതെന്ന് വചനം താക്കീത് തരുന്നുണ്ട്. അതും ശ്രദ്ധയിൽ കിടക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഗംഭീരമായിരിക്കുന്ന രക്ഷാതത്വശാസ്ത്രത്തിൻ്റെ ഒരു മൂലക്കല്ല് പോലെ കിടക്കുന്ന ഈ വാക്യത്തെ ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് വഴിതിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്ന സമയം, ഒത്തിരി ആളുകളെ പുതുതായിട്ട് കാണാനും പരിചയപ്പെടാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ എല്ലാ വർഷവും വെണ്ണിക്കുളത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അവസരം തരും. ഒത്തിരി ആളുകൾ വരും. അവർ പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തകർന്നവർ, ലക്ഷക്കണക്കിന് രൂപയുടെ കടമുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും. എന്നാൽ അവർ പലരും വന്നിട്ട് വഴിയറിയില്ല. അവർക്ക് എങ്ങനെ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരാം എന്നവർക്കറിയില്ല. പലരും വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റില്ലല്ലോ. ശരിയാണ്. അങ്ങനെ വിലപിച്ച് കരയുക, അവരെ മനസ്സിൽ പേറിക്കൊണ്ട്, അല്ല ഇത് കേൾക്കുന്ന എല്ലാവരെയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം പറയട്ടെ. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കടത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ഞാൻ അകപ്പെട്ട ഈ തെറ്റിൽ നിന്ന്, ഞാൻ തുടരുന്ന ഈ എൻ്റെ കുഞ്ഞനുഭവിക്കുന്നത് ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാണോ, ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ച് നടക്കാൻ തുടങ്ങിയാൽ ആയുഷ്കാലം മുഴുവൻ നടക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ വചനം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നു എന്നല്ല, വിശ്വസിക്കുന്നു. ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, ഒത്തിരി പേരെ സഹായിക്കണം, നല്ലവനാകണം, കള്ളുകൂടി നിർത്തണം, പ്രശ്നങ്ങളുണ്ടായി. ഇത് ചിന്തിക്കുന്നത് തുടക്കമാണ്. പക്ഷെ ചിന്തിച്ച് ആയുസ് തീർക്കരുത്. ചിന്തിക്കുന്നതല്ല വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സ്റ്റെപ്പ്, ഒരു നടപടിയാണ്.
ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു. വിശ്വസിക്കുന്നത് ഒരു തുടക്കമാണ്. രക്ഷപ്പെടാൻ എന്ത് വിശ്വസിക്കണം? ഒറ്റ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ. എങ്ങനെ രക്ഷപ്പെടും? ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെടും ബ്രദറെ. ആയിരങ്ങളല്ല, ദശലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ രക്ഷപ്പെട്ടത് മഹാദൈവത്തിൻ്റെ കൃപയാലാണ്. വീട്ടുകാർ സഹായിച്ചിട്ടല്ല, കൂട്ടുകാർ കൈത്താങ്ങിട്ട്. ഒറ്റപ്പെട്ട കേസുകൾ കണ്ടേക്കാം. ആരെങ്കിലും കാല് പിടിച്ചിട്ടല്ല, വക്കീലിൻ്റെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. നാട്ടുകാരും മലയാളികളും പറയുന്ന പോലെ ഭാഗ്യം കൊണ്ടുമല്ല. ഭാഗ്യം പോലും തിരിഞ്ഞു നിന്ന എത്രയോ പേര് ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും അനവധി വിഷയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വൻ കൃപ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, എങ്ങനെ രക്ഷപ്പെടും? ഇത് രക്ഷ പ്രാപിക്കുമെന്നൊരു ദൈവശാസ്ത്ര സ്റ്റാറ്റസിലാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ആ വാക്യത്തെ പറയുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെ രക്ഷപ്പെടും? ഇന്നതിന് മറുപടി ഞാൻ വചനം എടുത്ത് കയ്യിൽ തരിക. യേശുക്രിസ്തുവിൻ്റെ മഹാകൃപയാൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുക, ചിന്തിക്കുകയല്ല, വിശ്വസിക്കുക. ആഗ്രഹിക്കുകയല്ല, വിശ്വസിക്കുക. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. വിശ്വസിച്ച അന്ന് തന്നെ രക്ഷപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെടണമെന്നില്ല. നീ ഇപ്പം വിശ്വസിക്കുക. നിങ്ങൾ തമ്മിൽ പറ, നമ്മൾ മരിക്കേണ്ടതൊന്നും മരിയല്ല. കർത്താവായ യേശുവിൻ്റെ കൃപയാൽ. കൃപയെന്ന് പറയുന്നത് തൽസമയത്ത് സഹായത്തിന് വേണ്ടി ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊരു ചോദ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്യം അടിവരയിട്ടിട്ട് നിങ്ങളുടേതാക്ക്. ഞാൻ കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന അന്ന് തന്നെ രക്ഷപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങൾ വരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ നാം വെളിപ്പെടുത്തുമ്പോൾ നീ രക്ഷപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. റിയലി സംഭവിക്കും. സംഭവിക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം ദൈവമക്കളോട് പറയാൻ പറ്റിയ ഈ വചനത്തിനായി സ്തോത്രം. ഒരുപാട് പേർ എനിക്കറിയാപ്പാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഞങ്ങളെങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. അപ്പച്ച, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയുടെ കൃപയിൽ രക്ഷപ്പെട്ടവരുടെ എണ്ണമാണ് ഈ ഭൂമിയിൽ കൂടുതൽ. അത് വിശ്വസിക്കാൻ മനസ്സ് തുറക്കണേ. വിശ്വാസത്താൽ കൃപയാൽ രക്ഷപ്പെടട്ടെ. ദൈവം അത് ചെയ്യും. ഈ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.